ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്ന ഫോട്ടോഷോപ്പിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ്. ഫോട്ടോഷോപ്പിന് പകരം ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ഓൺലൈൻ ടൂളാണ് ഫോട്ടോപ്പി. നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് വരാൻ പറ്റും, photopy.com. ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് യൂസിങ് ഫോട്ടോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോപ്പിയുടെ ഹോം പേജിലേക്ക് വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഹോം പേജാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ന്യൂ പ്രോജക്റ്റ്, ഓപ്പൺ ഫ്രം എ കമ്പ്യൂട്ടർ, ടെംപ്ലേറ്റ്, ഇൻസ്റ്റാൾ ഫോട്ടോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ബ്രൗസറിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഇത്രയും ഫോർമാറ്റുകൾ ഇത് സപ്പോർട്ട് ചെയ്യും. PST ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. .ai ഇങ്ങനെയുള്ള കുറേ ഫോർമാറ്റുകൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഫോട്ടോഷോപ്പിൽ കാണുന്ന പോലെ തന്നെ മെനൂസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സോഷ്യൽ, പ്രിന്റ്, ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പിൽ കാണുന്നത് പോലെ നമുക്ക് യൂട്യൂബിൻ്റെ തംബ്നെയിലും FB കവർ പേജും ഒക്കെ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ കസ്റ്റം ടെംപ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിവിടെ പ്രിന്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. ഫോട്ടോയുടെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ എല്ലാത്തിനും ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോയുടെ ടെംപ്ലേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. വൈറ്റ് ആണ്. അതിൻ്റെ എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ ലെയറായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത് പോലെ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ ടൂൾസുകൾ കാണാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ കാണുന്നത് പോലെ തന്നെ ടൂൾസ് കാണാൻ പറ്റും. ഓരോ ടൂളിൻ്റെയും ഓൾട്ടർനേറ്റീവ് ടൂൾസ് അറിയണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മെനു ആയിട്ട് അതിങ്ങനെ കാണിക്കും. അതിൻ്റെ അകത്ത് സെലക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൂൾസുകൾ. അതുപോലെ എല്ലാത്തിൻ്റെയും നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ടൂൾസ് ഡീറ്റെയിൽ കാണിക്കും. ഇവിടെ വരിക, അതിൻ്റെ അകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഓരോന്നിൻ്റെയും മെനൂസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫോട്ടോഷോപ്പിൽ കാണുന്ന പോലത്തെ അതേപോലത്തെ മെനൂസ് തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു ഫോട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ ഫോട്ടോ ചെയ്യണം, ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുത്ത് ഇവിടെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ ഒരു ഫയൽ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത് പോലെ തന്നെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കൊടുത്തിട്ട് നമുക്കൊരു ഫോട്ടോ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഫോട്ടോ ഇതിപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ ഇത് 2 ഫയലായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ക്രോപ്പ് ചെയ്ത് ഒരു ഇമേജ്, ഈ ഇമേജ് വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് ഫയലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ലെയറായിട്ട് അവിടെ ഫോട്ടോഷോപ്പിൽ കാണുന്നത് പോലെ തന്നെ വരും. എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് ലാസോ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതായിട്ട് വരും. കാണാം. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊന്ന് റഫായിട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ C അടിച്ച് നമ്മൾ കോപ്പി ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫയലിൽ വരുന്നു. അവിടെ നമ്മൾ ഇതിനെ പേസ്റ്റ് ചെയ്യുന്നു. ഫാലോ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വന്നു. കണ്ടോ. ഇപ്പോൾ ഇനി ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇവിടെ സെലക്ഷൻ ടൂളുണ്ട്. ഇതിനെ പിടിച്ച് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവെക്കാം. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ മുകളിലൊരു ട്രാൻസ്ഫോം കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ. എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമ്മൾ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചാൽ ഇപ്പോൾ ഇതുണ്ട്. ഇത് ലെയറായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ലെയറിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ലെയറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്തും ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ടെസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻസർട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇനി വേറെ ഫയൽസ് ലൈബ്രറിയിൽ നിന്ന് അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറി ഉണ്ട്. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു ഗാലറി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഇൻസർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ഫോട്ടോഷോപ്പ് അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ മെനൂസ് ഉണ്ടോ. ഈ മെനൂസ് എല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ. അതുപോലെ ഇനി നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഫയൽസിൽ പോവുക. അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്പോർട്ട് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ JPEG ആയിട്ടോ PNG ആയിട്ടോ ഒക്കെ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് എക്സ്പോർട്ട് JPEG ഞാൻ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും. നമുക്ക് സൂം ഔട്ട് ചെയ്താൽ മതി.
അതിനുശേഷം നമ്മുടെ ഫോട്ടോഷോപ്പിൽ കാണുന്നത് പോലെ തന്നെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്വാളിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ പിക്ചറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അറ്റാച്ച് മെറ്റാഡാറ്റ വേണമെങ്കിൽ അത് നമുക്ക് ടിക്ക് കൊടുക്കാം. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഡൗൺലോഡ് ആവും. കണ്ടോ, ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് JPEG ആയിട്ട് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് PST ആയിട്ട് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് PST എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണമെങ്കിൽ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ക്ലയൻറ്റുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്ത് തരും. അത് അപ്പം ഈ ഒരു ലിങ്ക് ആയിരിക്കും വരുന്നത്. അപ്പം കസ്റ്റമറിന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അവർക്ക് ഒന്നും ഡൗൺലോഡ് ചെയ്യുകയോ അപ്ലോഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ ലെസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫയൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് സോ മച്ച്.